ഹായ്. അപ്പോൾ നിങ്ങളുടെ സ്വന്തം കഥ പറയുന്ന കൂട്ടുകാരി വന്നിട്ടോ. അപ്പോൾ ഇന്നലെ നമ്മുടെ കഥയുടെ ബാക്കി സ്റ്റോറിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. പിന്നെ നമ്മൾ ഇന്നലെ ഏത് കഥയിൽ പറഞ്ഞ് സിംഹാസനത്തിൽ 32 കഥകൾ എന്ന് പറഞ്ഞൊരു സ്റ്റോറിയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം നിങ്ങളൊക്കെ കഥ എല്ലാം കേട്ട് ബോറടിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇനി വേറൊരു സ്റ്റോറി ഇനി വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ സ്റ്റോറി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് പറയുകയും ചെയ്യണം. നമുക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട ഒരു സ്റ്റോറിയാണ് ഈ പഞ്ചതന്ത്ര കഥകൾ എന്ന് പറഞ്ഞൊരു കഥകൾ. ഞാനൊക്കെ കുറേ കേട്ടിട്ടുണ്ട് ആ കഥകളൊക്കെ. നല്ല രസം, കേൾക്കാനും രസവും വായിക്കാനും നല്ല രസം. സ്കൂളിലൊക്കെ ലൈബ്രറിയിലൊക്കെ നമുക്ക് ഏറെ കിട്ടുന്നൊരു പുസ്തകവുമാണ് പഞ്ചതന്ത്ര കഥകൾ എന്ന് പറഞ്ഞ കഥകളൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ ആ സ്റ്റോറിയാണ് ഞാൻ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. സിംഹാസനത്തിലെ 32 പ്രതിമകൾ എന്ന് പറഞ്ഞ സ്റ്റോറി ഞാൻ ഇൻഷാ അല്ലാഹ് പിന്നെ ഞാനത് പറയണ്ടേ. ഇപ്പം നിങ്ങൾക്ക് ആ കഥകളൊക്കെ കേട്ട് ബോറടിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റോറി മാറ്റി പിടിക്കുന്നത്. അപ്പം നമ്മുടെ സ്റ്റോറിയുടെ പേരാണ് പഞ്ചതന്ത്ര കഥകൾ എന്ന് സ്റ്റോറിയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആ സ്റ്റോറിയുടെ പേരാണ് 2 തലകൾ ഒന്നിനേക്കാൾ മികച്ചതാണ്. 2 തലകൾ ഒന്നിനേക്കാൾ മികച്ചതാണ് സ്റ്റോറിയുടെ പേര്. അപ്പോൾ നമുക്ക് ആ സ്റ്റോറി എന്താണെന്ന് കേൾക്കാം. ഒരിക്കൽ ബാനനഗരിയിലെ നിബിദ്ധ വനത്തിൽ ഉന്മാദനായ ഒരു ആന വലിയ കോലാഹലം ശ്രദ്ധിച്ചിരുന്നു. അവൻ തൻ്റെ ശക്തിയിൽ മത്തു പിടിച്ചിരുന്നു. ആരെയും പരിഗണിച്ചില്ല. മുട്ടയിൽ ഇരിക്കുന്ന കുഞ്ഞിക്കിളി പുറത്തേക്ക് വരുന്ന സുന്ദരിക്കുട്ടിയുടെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നു. ഒരു ദിവസം ക്രൂരനായ ആന അലറലോട് അലറി മരങ്ങൾ തകർത്ത അതേ ഭാഗത്തേക്ക് വന്നു. അത് കണ്ട് പക്ഷിക്കൂട് മരവും ഒടിച്ചു. കൂട് ഇറങ്ങി. മുട്ടകൾ പൊട്ടി ആനയുടെ കാൽമുട്ടുകളിൽ നിന്നും വീണു. ആന പോയതിനു ശേഷം പക്ഷികൾ നെഞ്ചിരിപ്പോടെ കരയാൻ തുടങ്ങി. അപ്പോഴാണ് മരപ്പട്ടി വന്നത്. അവൾ പക്ഷിയുടെ നല്ല സുഹൃത്തായിരുന്നു. മരപ്പട്ടി അവരുടെ കരച്ചിലിന് കാരണം ചോദിച്ചപ്പോൾ പക്ഷി അതിൻ്റെ മുഴുവൻ കഥയും പറഞ്ഞു. മരപ്പട്ടി ഇങ്ങനെയാണ് കഥ തുടങ്ങുന്നത്: ഇങ്ങനെ ദുഃഖത്തിൽ മുങ്ങിക്കിടക്കുന്നത് കൊണ്ടും ഒന്നും വരില്ല. ഒരു ആനയെ ഒരു പാഠം പഠിപ്പിക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യണം. പക്ഷേ നിരാശയോടെ നോക്കി. ആ ആന ശക്തിയുള്ള ആനയോട് ചെറുജീവികൾക്ക് എങ്ങനെ മത്സരിക്കാൻ കഴിയും? പരംകൊത്തി വിശദീകരിച്ചു. 1 കൂട്ടിച്ചേർന്ന് 11. ഞങ്ങൾ ഞങ്ങളുടെ ശക്തികൾ സംയോജിക്കും. എങ്ങനെ? പക്ഷി ചോദിച്ചു. എനിക്ക് വിനാഗ് മൻവാര എന്നൊരു സുഹൃത്തുണ്ട്. നമുക്ക് അവനോട് കൂടി ആലോചിക്കാം. പക്ഷിയെയും മരപ്പട്ടിയും മൻവാരെ കണ്ടെത്തി. മൻവാരെ പെറുത്തു. ഇത് വളരെ മോശമാണ്. എനിക്കൊരു തവള സുഹൃത്തുണ്ട്. വരൂ, നമുക്ക് അവനോട് സഹായം ചോദിക്കാം. ഇപ്പോൾ 3 പേരും തവള താമസിക്കുന്ന തടാകത്തിൻ്റെ തീരത്തെത്തി. മൻവാർ പ്രശ്നം മുഴുവൻ പറഞ്ഞു. തവള പരുക്കൻ സ്വരത്തിൽ പറഞ്ഞു, നിങ്ങൾ ഇവിടെ എനിക്ക് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കൂ. ഞാൻ ആഴത്തിൽ ഇരുന്ന് ചിന്തിക്കുന്നു. ഇത് പറഞ്ഞ് തവള വെള്ളത്തിലേക്ക് ചാടി. അരമണിക്കൂറിന് ശേഷം വെള്ളത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവൻ്റെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, സുഹൃത്തുക്കളെ, ആ കൊലയാളി ആനയെ നശിപ്പിക്കാൻ ഒരു നല്ല പദ്ധതി എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. എല്ലാവരും അതിന് ഒരു സംഭാവന ചെയ്യണം. തവള തൻ്റെ പദ്ധതി പറഞ്ഞയുടൻ എല്ലാവരും സന്തോഷത്തോടെ തുള്ളിച്ചാടി. പദ്ധതി ശരിക്കും അത്ഭുതകരമായിരുന്നു. തവള വീണ്ടും എല്ലാവരോടും അതിൻ്റെ പങ്ക് വിശദീകരിക്കുകയും ചെയ്തു. അല്പം കഴിഞ്ഞപ്പോൾ ഉന്മാദനായ ആന അതിനെ അട്ടിമറിക്കുകയും വയറു നിറയെ കൊമ്പുകൾ തിന്നുകയും ചെയ്തുകൊണ്ട് രസകരമായി നിൽക്കുകയായിരുന്നു. ആദ്യം തൊട്ടും ബാൻവാറിൻ്റേതായിരുന്നു. ആനയുടെ ചെവിക്കരികിൽ ചെന്ന് ശ്രുതി മധുരമായ ഈണം ചൊല്ലാൻ തുടങ്ങി. താളം കേട്ട് ആന കണ്ണടിച്ച് ആടാൻ തുടങ്ങി. പിന്നെ മരപ്പട്ടി അതിൻ്റെ ജോലി ചെയ്തു. അവൾ വന്ന് തൻ്റെ മൂർച്ചയുള്ള സൂചി പോലെയുള്ള കൊക്കുകൊണ്ട് ആനയുടെ 2 കണ്ണുകളും അതിവേഗം തുളച്ചു. ആനയുടെ കണ്ണുകൾ തിളങ്ങി. അവൻ വേദന കൊണ്ട് അന്ധനായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. സമയം കഴിയുന്തോറും ആനയുടെ ദേഷ്യം കൂടി വന്നു. കണ്ണുകൊണ്ട് കാണാത്തതിനാൽ ഇടറി വീണും കൂട്ടിയിടിച്ചും ശരീരം മുറിവേൽപ്പിക്കുകയായിരുന്നു. മുറിവുകൾ അവളെ കൂടുതൽ കരയാൻ പ്രേരിപ്പിച്ചു. പക്ഷി നന്ദിയുള്ള സ്വരത്തിൽ തവളയോട് പറഞ്ഞു, ഭയ്യ, ഞാൻ നിന്നോട് ജീവിതകാലം മുഴുവൻ നന്ദിയുള്ളവനായിരിക്കും. നിങ്ങൾ എന്നെ വളരെയധികം സഹായിച്ചു.
തവള പറഞ്ഞു, നന്ദി പറയേണ്ടതില്ല. സുഹൃത്തുക്കൾക്ക് ഉപയോഗപ്രദമാണ്. മുകളിൽ നിന്ന് അലറിക്കറിയുന്നതിനിടയിൽ ഒരു വശത്ത് ആനയുടെ തൊണ്ട വരണ്ടു. അയാൾക്ക് നല്ല ദാഹം തോന്നിത്തുടങ്ങി. ഇപ്പോൾ അവൻ ഒരേ ഒരു കാര്യം മാത്രമേ തിരയുകയായിരുന്നു, വെള്ളം. തവള തൻ്റെ സഹോദരങ്ങളിൽ പലരെയും കൂട്ടിക്കൊണ്ടുപോയി. അവരെ ഒരു വലിയ കുഴിയുടെ അരികിൽ ഇരുത്തി വലിക്കാൻ ആവശ്യപ്പെട്ടു. തവളകളെല്ലാം നിലവിളക്കാൻ തുടങ്ങി. തവളയുടെ അലർച്ച കേട്ട ആനയുടെ ചെവികൾ എഴുന്നേറ്റു. തവളകൾ ജലസ്രോതസ്സിന് സമീപം താമസിക്കുന്നുണ്ടെന്ന് അവന് അറിയാമായിരുന്നു. അവൻ അതേ ദിശയിൽ നടക്കാൻ തുടങ്ങി. മുഴക്കം ഉച്ചത്തിലായി. ദാഹിച്ചു വലഞ്ഞ ആന വേഗത്തിൽ ഓടാൻ തുടങ്ങി. ആന കുഴിയുടെ അടുത്തെത്തിയപ്പോൾ തവളക്ക് പൂർണ്ണ ശക്തിയോടെ അലറാൻ തുടങ്ങി. ആന മുന്നോട്ട് നീങ്ങി. ഒരു കൂറ്റൻ കല്ല് പോലെ കുഴിയിൽ വീണു. അവിടെ അതിൻ്റെ ജീവൻ പറക്കാൻ അധിക സമയമൊന്നും എടുത്തില്ല. അങ്ങനെ ആ ആന അഹങ്കാരത്തോടെ മുഴുകിയ ആനയെ അവസാനം സംഭവിക്കാൻ പോയി. ഇന്നത്തെ കഥ, നമ്മുടെ സ്റ്റോറി ഇതാണ്. കഥ കേൾക്കാൻ നല്ല രസമുണ്ട്. ഒരു അത്യാഗ്രഹിയായ ആനയ്ക്ക് കൊടുത്ത ശിക്ഷയാണ്. കഥ കേൾക്കാൻ നല്ല രസമുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ കഥ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ലൈക്ക് അടിക്കാനും മറക്കല്ല. അപ്പോൾ ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കല്ലേ. ഓക്കെ, ബൈ.